പേജ് നമ്പർ 84, ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്കിവിടെ 2 ക്ലാസ്സാണ് തന്നിരിക്കുന്നത്, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. ക്ലാസ് 1 വിത്ത് 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്. അപ്പോൾ 30 + 20 ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണെന്നൊന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്യാം. ടോട്ടൽ 50. ആൻഡ് ക്ലാസ് 2, ക്ലാസ് 2ൽ പേയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കുക. 15 ബോയ്സും 25 ഗേൾസുമാണ്. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസാണ്? 40 സ്റ്റുഡൻസ്. ഇങ്ങനെ 2 സെറ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. അപ്പോൾ ടോട്ടൽ എത്ര പേയേഴ്സ് കിട്ടും എന്നതാണ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ക്ലാസ് 1ൽ 15, ക്ലാസ് 2ൽ 14. സോ ടോട്ടൽ പേയേഴ്സ് ഈസ് ഈക്വൽസ് 50 × 40. ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കം. ദാറ്റ് യു വിൽ ഗെറ്റ് 2000. ഫസ്റ്റ് പ്രോബ്ലം ഈസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അതായത് ക്ലാസ് 1ൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും ക്ലാസ് 2ൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും രണ്ടും ഗേൾസ് ആവണം. സോ ഗേൾസ് ഫ്രം ക്ലാസ് 1. സോ ഹൗ മെനി ഗേൾസ് ഫ്രം ക്ലാസ് 1? 20 ഗേൾസ്. സോ 20 × ഹൗ മെനി ഗേൾസ് ഫ്രം ക്ലാസ് 2? 25. അപ്പോൾ നമ്മളൊന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്പേഴ്സ് എടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ക്ലാസ് 1ൽ നിന്ന് വരുന്ന 20 ഗേൾസും ക്ലാസ് 2ൽ നിന്ന് വരുന്ന 25 ഗേൾസും. അങ്ങനെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ 20 × 25 എന്ന് കൊടുക്കുക ആൻഡ് ഡിവൈഡഡ് ബൈ യുവർ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം നമ്മൾ ഓൾറെഡി കണ്ടെത്തിയായിരുന്നു, 2000 ആണോ എന്നുള്ളത്. ലൈക്ക് 50 × 40 യു വിൽ ഗെറ്റ് 2000. സോ ആൻസർ ഫൈൻഡ് ചെയ്യാം. You will get the answer 500. അതായത് 25 × 2 50 and 0 to കൊടുക്കുന്നു 500 divided by 2000. So cut the zeros. You will get the answer 5/20. So what is 5/20? 1/4. So the probability of both the girls, both being girls, so from class 1 and from class 2, both girls means here 20 and here 25. So total pairs you will get the probability 1/4. Problem 2, probability of both being boys. അതായത് ഫ്രം ക്ലാസ് 1 ആൻഡ് ഫ്രം ക്ലാസ് 2 രണ്ട് ബോയ്സ് ആവണം. ഫ്രം ക്ലാസ് 1 നമുക്ക് നോക്കാം എത്ര ബോയ്സാണ്? 30 ബോയ്സാണ്. ക്ലാസ് 2ൽ നിന്ന് എത്ര ബോയ്സാണ്? 50. സോ ബോയ്സിൻ്റെ മാത്രം പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റും ഈ ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റും രണ്ടും ബോയ് ആവണം. സോ ബോയ് ആവാൻ മാത്രമുള്ള പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഇവിടെ എത്ര ബോയ്സ്, ഇവിടെ എത്ര ബോയ്സ്, അത് മാത്രമേ കൺസിഡർ ചെയ്യുക. സോ ക്ലാസ് 1ൽ 30 ബോയ്സ്, 30 × ക്ലാസ് 2ലാണെങ്കിൽ 50. സോ 30 × 50 ഡിവൈഡഡ് ബൈ യുവർ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്? 2000 ആണ്. സോ അതിൻ്റെ ആൻസർ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എഴുതുക. 15 × 3 വരുമ്പോൾ 450 ഡിവൈഡഡ് ബൈ 2000. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. റെഡ്യൂസ് ചെയ്തിട്ട് ആൻസർ എല്ലാവരും കണ്ടെത്തിയോ? ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ എല്ലാവരും സീറോസ് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് വരും? 45/200 എന്നുള്ള ആൻസർ കിട്ടും. 5ൽ ആൻസർ നമുക്ക് കട്ട് ചെയ്യാം. 9 × 5 ഈസ് യു വിൽ ഗെറ്റ് ദ 45. ആൻഡ് ഹിയർ 50, 20 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടുമല്ലോ. 4 × 5 20. 9 × 5 probability of both the digits boys, we get the answer 9/40. Third part, probability of one being boy and one being girl. അതായത് ക്ലാസ് 1ൽ നിന്ന് ഒരു ബോയിനെ ചൂസ് ചെയ്യുമ്പോൾ ക്ലാസ് 2ൽ നിന്ന് ഗേൾ ആയിരിക്കും. അതുപോലെ തന്നെ നേരെ റിവേഴ്സ്, ക്ലാസ് 1ൽ ഗേൾ ആണെങ്കിൽ ക്ലാസ് 2ൽ ബോയ് ആയിരിക്കും. അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. സോ നേരത്തെ എഴുതിയ പോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. 1 being boy. അപ്പോൾ നമുക്ക് ക്ലാസ് 1ൽ നിന്ന് ബോയ് സെലക്ട് ചെയ്യാം. ക്ലാസ് 1ൽ ബോയ്, ഹൗ മെനി ബോയ്സ്? 30. സോ 30 × ആൻഡ് ഒന്ന് ബോയ് ആണെങ്കിൽ ഒന്ന് ഗേൾ ആയിരിക്കണം എന്നാണല്ലോ. സോ ക്ലാസ് 2ൽ നിന്ന് ഗേൾസ് ആണ് സെലക്ട് ചെയ്തത്. ഗേൾസ് ഹൗ മെനി? 25. സോ 30 × 25. അത് ആഡ് ചെയ്യണം എന്തിൻ്റെ കൂടെ? ഇനി നേരെ തിരിച്ച് നമ്മൾ നേരത്തെ ക്ലാസ് 1ൽ നിന്ന് ബോയ് ആണ് കൺസിഡർ ചെയ്തെങ്കിൽ ഇപ്പോൾ ക്ലാസ് 1ൽ നിന്ന് എന്ത് കൺസിഡർ ചെയ്യണം? ഗേളിൻ്റെ നമ്പർ കൺസിഡർ ചെയ്യാം. സോ 20 × ക്ലാസ് 2ൽ, അപ്പോൾ ഇവിടെ നമ്മൾ ഗേൾ എടുത്തെങ്കിൽ ഇവിടെ എന്തെടുക്കണം? ബോയ് എടുക്കണം. ബോയ് എന്താണ്? 50. 20 × 50. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്കൊന്നും കൂടെ പറയാം.
ക്ലാസ് 1 നമ്മൾ ബോയ് ചൂസ് ചെയ്യുമ്പോൾ ക്ലാസ് 2 ഗേൾസിൻ്റെ പേരാണ് എടുക്കേണ്ടത്. സോ ക്ലാസ് 1 ബോയ് മീൻസ് 30 ആണ് വരിക. അപ്പോൾ ഇവിടെ ഗേൾ നോക്കുമ്പോൾ 25, അതുകൊണ്ടാണ് 30 × 25 എന്ന് എഴുതിയത്. സോ അപ്പോൾ അതിന് നേരെ റിവേഴ്സ് ചെയ്യുക. ക്ലാസ് 1 ഗേൾ എടുക്കുന്നു. സോ 20 × 50. ഇനി ഇത് പ്രോബബിലിറ്റി ആണല്ലോ, സോ ഡിനോമിനേറ്റർ ആവശ്യമാണ്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിലാണ് നമ്മൾ എഴുതുന്നത്. സോ ന്യൂമറേറ്റർ എഴുതി. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പെയർ എത്രയാണ്? 2000 ആണ് ടോട്ടൽ പെയേഴ്സ്. ഇത് ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ 25 × 3 വന്ന് 750 പ്ലസ് 15 × 230 300 ഡിവൈഡഡ് ബൈ 2000 എന്ന് വരും. നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 750 പ്ലസ് 300 ആകുമ്പോൾ എന്ത് വരും ആൻസർ? 1050 ഡിവൈഡഡ് ബൈ 2000. സോൾവ് ചെയ്യാമല്ലോ. എല്ലാവരും ഒന്ന് ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്തേ. സീറോസ് കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് 105/200 എന്ന് കിട്ടും. ഇത് നമ്മൾ 3 5 കട്ട് ചെയ്യാം. ഇവിടെ 5 കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 5s ആണ് 10, 1 5s are 5. അതായത് 21 × 5 105 എന്ന് കിട്ടും. താഴെയും കൂടെ 5 കട്ട് ചെയ്യാം. സോ 4 × 5 ആണല്ലോ 20. സോ 40 എന്ന് വരും. 21 ഡിവൈഡഡ് ബൈ 40. പിന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ 21/40 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് 1 ബീയിങ് ബോയ് ആൻഡ് 1 ബീയിങ് ഗേൾ മീൻസ് 21/40 എന്ന പ്രോബബിലിറ്റിയിൽ എത്തുന്നു. Third, probability of at least one being a boy. അതായത് ക്ലാസ് 1 ഗേൾസും ബോയ്സും ഉണ്ട്, ക്ലാസ് 2 ഗേൾസും ബോയ്സും ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആയിരിക്കണം മീൻസ് 1 ബോയ് ഓർ ബോത്ത് ബോയ്സ്. അതായത് ക്ലാസ് 1 ബോയ് എടുക്കുമ്പോൾ ക്ലാസ് 2 ഗേൾ ആകാം, കുഴപ്പമില്ല. നേരെ തിരിച്ച് ക്ലാസ് 2 ഗേളും ക്ലാസ് 1 ബോയും. അതുപോലെ തന്നെ ബോത്ത് ബോയ്സ്. ക്ലാസ് 1 സെലക്ട് ചെയ്യുന്നതും ബോയാണ്, ക്ലാസ് 2 സെലക്ട് ചെയ്യുന്നതും ബോയ് തന്നെയാണ്. അങ്ങനെ 2 കേസാണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ നിന്ന് ബോയ്, ഈ ക്ലാസ്സിൽ നിന്ന് ബോയ്. അതായത് 1 ബോയ് വരുന്ന കേസും 2 ക്ലാസ്സിൽ നിന്നും ബോത്ത് ബോയ്സ്. ഇങ്ങനെ 2 കേസുകളാണ് നമുക്ക് വരുന്നത്. സോ ആദ്യം നമുക്ക് 1 ബോയുടെ കേസ് ഒന്ന് എഴുതി നോക്കാം. സോ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് ബോയ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ക്ലാസ് 1 ബോയ് നോക്കാം. ക്ലാസ് 1 ബോയ് 30 നമ്പേഴ്സ് ആണ്. സോ ഇവിടുന്ന് ബോയ് ചൂസ് ചെയ്ത് ഇവിടുന്ന് ഗേളെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ, ബിക്കോസ് 1 ബോയ് ആണല്ലോ. 30 × 25 അത് ആഡ് ചെയ്യുന്നു. ഏതിൻ്റെ കൂടെ നേരെ റിവേഴ്സ്. അപ്പോൾ ക്ലാസ് 2 നിന്ന് ഞാൻ ബോയിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് 1 ആരെ എടുക്കണം? ഗേളിനെ എടുക്കണം. അപ്പോൾ അവിടെ 15 ആണ് ക്ലാസ് 2 ബോയ്. 15 × and girl is 20. 15 × 20 plus. ഇനി both boys. ക്ലാസ് 1 ബോയ്, ക്ലാസ് 2 ബോയ്. അപ്പോൾ എന്താ എഴുതണം അവിടെ? 30 × 15 എന്നാണ് കൊടുക്കേണ്ടത്. 30 × 15 and divided by 2000. നമുക്ക് ഒന്നുകൂടെ പറയാം. അറ്റ്ലീസ്റ്റ് 1 ബീയിങ് ബോയ് മീൻസ് നമ്മൾ ക്ലാസ് 1 ബോയിനെ ചൂസ് ചെയ്യുമ്പോൾ ക്ലാസ് 2 ഗേളിനെ ചൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ ക്ലാസ് 1 ബോയ് എന്ന് പറയുമ്പോൾ 30, ഇവിടുത്തെ ഗേൾ എന്ന് പറയുമ്പോൾ 25. അതുകൊണ്ട് 30 × 25 എഴുതി. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോയ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇത് ബോയുടെ, ഇത് ഗേളിൻ്റെ. അപ്പോൾ നേരെ തിരിച്ച് നേരെ റിവേഴ്സ്. ക്ലാസ് 2 ബോയ് കൺസിഡർ ചെയ്യുക. ക്ലാസ് 2 ബോയിനെ കൺസിഡർ ചെയ്തപ്പോൾ ക്ലാസ് 1 ഗേളിനെയാണ് കൺസിഡർ ചെയ്തത്. ഇനി 2 കേസിലും ബോയ്സ് ആണ്. സോ ക്ലാസ് 1 ബോയ്, ക്ലാസ് 2 ബോയ്. ഇങ്ങനെ 3 കേസസ് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പെയർ. ടോട്ടൽ പെയർ എത്രയായിരുന്നു? 2000. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ബോയ് എന്ന് പറയുന്നത്. സോ ആൻസർ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. 25 × 3 വരുമ്പോൾ 750 പ്ലസ് here you will get 300 plus and the last this 15 × 3 ചെയ്യുമ്പോൾ 450 divided by 2000. അതൊന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കി സോൾവ് ചെയ്ത് ന്യൂമറേറ്റർ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 750, 300 and 450. Yes, correct. You will get the answer 1500 divided by 2000. Cut the zeros. Zeros കട്ട് ചെയ്താൽ നമുക്ക് 150/200 എന്ന് കിട്ടും. 150 divided by 200. അത് നോക്കുമ്പോൾ ഓരോ സീറോസും കൂടെ കട്ട് ചെയ്യാമല്ലോ. 1 zeros അല്ല, നമുക്ക് പിന്നെയും സീറോസ് കട്ട് ചെയ്യാം. അതായത് എന്ത് വരും? 15/20.
15 എത്ര 5s ഉണ്ടെന്ന് നോക്കാം. 5 കട്ട് ചെയ്യാം. 3 5s ആണ് 15, 4 5s ആണ് 20. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3/4. അതായത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് ബോയ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 ബോയ് വരുന്ന കേസും ബോത്ത് ബോയ്സ് വരുന്ന കേസും. അതാണ് ഈ BG, GB, BB എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 കേസസ് ആണ് ഇവിടെ വരുന്നത്. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ 3/4 എന്ന് കിട്ടുന്നു.